ഗസയിലേക്കാണ് പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ സമാധാന പദ്ധതിയിലെ 20 ദിന ഉപാധികളിൽ ചിലത് ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ബന്ദികളെ വിട്ടേക്കാമെന്നും അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ്. മറ്റൊന്ന് ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റുകൾക്ക് കീഴിലുള്ള ഒരു സമിതിക്കാണ് ഈ ഗസയുടെ ഭരണം കൈമാറേണ്ടത് എന്നുള്ളതാണ് മറ്റൊന്ന്. അതുകൂടാതെ ബാക്കിയുള്ള കരാറുകളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഉപാധികളിൽ കൂടുതൽ ചർച്ച വേണമെന്ന് കൂടിയിട്ട് ഹമാസ് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ദൗസൈബ്, ഇപ്പോൾ ഇതൊരു സമാധാന പദ്ധതി എന്നൊക്കെ ഒരു പേരുണ്ടെങ്കിൽ പോലും ഒട്ടും സമാധാനപരമല്ല, അല്ലെങ്കിൽ ഗസയ്ക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് ആ കരാറിലെ വ്യവസ്ഥകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഹമാസ് ഇന്ന് അവരൊരു നിലപാട് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർ ചർച്ചകൾ ഇനി ഉണ്ടാകുമോ? എന്താണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ? സിയേഷ്, ഒരു കാര്യം, ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹമാസ് ഈ 20-point ട്രംപ് പ്ലാൻ ഭാഗികമായി അംഗീകരിച്ചു. അത് വലിയ ഹെഡ്ലൈൻ ആവുന്നു, വലിയ വാർത്തയാവുന്നു. അത് തുടർന്ന് ട്രംപ് ഇമ്മീഡിയറ്റ് സ്റ്റോപ്പേജ് ഓഫ് ബോംബിംഗ് എന്ന് ഇസ്രായേലിനോട് പറയുന്നു. അപ്പോൾ ഇസ്രായേൽ തന്നെയും ഇസ്രായേൽ ഒഫൻസീവ് മോഡിൽ നിന്ന് ഡിഫെൻസീവ് മോഡിലേക്ക് മാറി അവർ ആക്രമിക്കുകയില്ല, ആക്രമണത്തെ ചെറുക്കുകയുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹമാസ് ഇന്ന് അംഗീകരിച്ചു എന്ന് പറയുന്ന പോയിൻ്റുകളുണ്ടല്ലോ, അതെന്തോ പുതിയ കാര്യമല്ല എന്നുള്ളതാണ്. ഇത് ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു, അല്ലെങ്കിൽ ഹമാസ് വെടിനിർത്തൽ പീസ് പ്രോസസ്സിലേക്ക് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പല വിശകലനങ്ങൾ വരുന്നുണ്ട്. ഈവൻ അതിലേറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഹമാസ് പുറത്തിറക്കിയ കമ്മ്യൂണിക്കെ ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ട്രൂത്ത് സോഷ്യലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്? ബന്ദികളെ വിട്ടയക്കാം, അതിൻ്റെ ഒരു കൻഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ദികളെ വിട്ടയക്കാം, പിന്നെ ഗസയുടെ ഭരണം ഒരു ഇൻഡിപെൻഡൻറ്റ് ടെക്നോക്രാറ്റ് ബോഡിക്ക് കൊടുക്കാം. ഇത് ഹമാസ് നേരത്തെയും പറയുന്നതാണ്. പുതുതായിട്ട് ബന്ദികളെ വിട്ടയക്കാം, ഒരു കരാറിൻ്റെ പുറത്ത് ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളത് ഒക്ടോബർ 7 മുതലുള്ള ഹമാസിൻ്റെ പൊസിഷനാണ്. അതെന്താണ് അത് ഇസ്രായേലി ജയിലുകളിലുള്ള എന്തിനാണ് ഹമാസ് ബന്ദികളെ പിടിക്കുന്നത്? ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വർഷങ്ങളായി ഇസ്രായേലി ജയിലുകളുണ്ട്. അവരെ പുറത്തിറക്കുവാനുള്ള ഹമാസിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു വഴി എന്താണ്? ഇസ്രായേലി തടവുകാരെ പിടിച്ചുകൊണ്ടുവരിക, അവർക്ക് പകരമായിട്ട് ഇറക്കുക. ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ്. മുമ്പും ഇങ്ങനെ ഇസ്രായേലി പട്ടാളക്കാരെയോ ഇസ്രായേലികളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മാത്രമേ ഇസ്രായേലി തടവുള്ള ഫലസ്തീനുകളെ മോചിപ്പിച്ചിട്ടുള്ളൂ. കാരണം അവിടെയുള്ള പല തടവുകാരും 250 വർഷത്തേക്കും 300 വർഷത്തേക്കും തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആളുകളായിരിക്കും. അപ്പം തടവുകാർക്ക് പകരമായി ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതാണ് ഹമാസ് ബന്ദികളെ പിടിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ബന്ദികളെ ഒരു കരാറിന് പുറത്ത് വിട്ടേക്കുക എന്നുള്ള നേരത്തെയുള്ള പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ പുതുതായിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. പിന്നെ ഗസയുടെ ഭരണം എന്നുള്ളത് ഫലസ്തീൻ്റെ ഭരണം എന്നുള്ളത്, ഞങ്ങൾക്ക് ഫലസ്തീൻ ഭരിക്കണം, ഫലസ്തീൻ അതോറിറ്റി ഭരിക്കണം, അല്ലെങ്കിൽ ഗസ ഭരിക്കണമെന്ന പൊസിഷൻ ഒരു കാലത്തും ഹമാസിന് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹമാസ് ആദ്യമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് 2006 ജനുവരി 25 നടന്ന തെരഞ്ഞെടുപ്പ്. ആദ്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 134 സീറ്റാണുള്ളത്. അതിൽ 74 സീറ്റിൽ അവർ വൻ ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുകയാണ്. 45% വോട്ട് നേടി വൻ ഭൂരിപക്ഷത്തിൽ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവർക്ക് ഭരിക്കാനുള്ളൊരു പൊസിഷനിലാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള അവരുടെ പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പ്ലാൻ ഒറ്റയ്ക്ക് ഭരിക്കാനല്ല, ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാനാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടികളും ചേർന്ന് ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കും. എല്ലാ പാർട്ടികളെന്ന് പറഞ്ഞാൽ അന്ന് പാർലമെൻ്ററി റെപ്രസെൻറ്റേഷനുള്ള ഹമാസ് കഴിഞ്ഞാൽ പിന്നെ ഫതഹ് ഉണ്ട്, പിന്നെ അവിടുത്തെ മാർക്സിസ്റ്റ് കക്ഷിയായിട്ടുള്ള PFLP ഉണ്ട്, മാവോയിസ്റ്റ് കക്ഷിയായിട്ടുള്ള DFLP ഉണ്ട്, പിന്നെ കുറച്ച് സ്വതന്ത്രരുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നുള്ള നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഗവൺമെൻറ്റിൽ പങ്കാളിയാകണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്, ഇവർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ വില നെഗോഷിയേഷൻസ് നടന്നു. പക്ഷേ മറ്റ് കക്ഷികൾ അങ്ങനെ ഒരു നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കാൻ അതിൽ പങ്കാളികളാകാൻ സന്നദ്ധമായില്ല. എന്തുകൊണ്ട് സന്നദ്ധമായില്ല എന്നുള്ളതിന് വേറെ ചില തിയറികളുണ്ട്. അത് അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയൊക്കെ സമ്മർദ്ദമാണെന്നൊക്കെ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. എനിവേ, നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അത് നടന്നില്ല. അങ്ങനെയാണ് ഹമാസ് സ്വന്തമായിട്ട് ഗവൺമെൻറ് രൂപീകരിക്കുന്നത് 2006. പക്ഷേ ഹമാസ് ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതിൽ എഗൈൻ മനസ്സിലാക്കുന്നത് ഗസയിലല്ല, ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന പലസ്തീൻ അതോറിറ്റിയുടെ ഭരണമാണ്.
ഹമാസിന് ഭൂരിപക്ഷം കിട്ടിയത് ഗസയിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. വെസ്റ്റ് ബാങ്കിലും ഭൂരിപക്ഷം സീറ്റിലും വിജയിക്കുന്നത് ഹമാസ് തന്നെയാണ്. പക്ഷേ അവർ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയെ നിശ്ചയിക്കുന്നു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ ആസ്ഥാനമായുള്ള റമല്ലയിലേക്ക് പോകാൻ പോലും പറ്റിയില്ല. അദ്ദേഹത്തിന് യാത്രാവിലക്ക് വരുന്നു. ഇവരുടെ എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളും, അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സഹായങ്ങൾ അവസാനിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരിക്കാൻ പറ്റാത്ത വിധം ഒരു തരത്തിലുള്ള ഒരു എംബാർഗോ യൂറോപ്യൻ യൂണിയനോ അമേരിക്കയൊക്കെ ചേർന്ന് സൃഷ്ടിക്കുകയാണ്. 2007 മുതൽ ഫിസിക്കലായുള്ള ഉപരോധം ഗസയ്ക്ക് നേരെയും വരുന്നു. ഈ ഒരു ചരിത്രം അവിടെയുണ്ട്. അതുകൊണ്ട് ഗസ ഭരിക്കുക അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റി ഭരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, ഞങ്ങൾ മാത്രമായിട്ട് ഭരിക്കുക എന്നൊരു ലക്ഷ്യം ഹമാസിനൊരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവർ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ അത് തന്നെയാണ്. എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ടെക്നോക്രാറ്റ് അതോറിറ്റി, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു നാഷണൽ കൺസെൻസിലൂടെ വരുന്ന ഒരു ടീം ഭരിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ട്രംപിൻ്റെ പ്ലാനിലുള്ളത് എന്തോ ടോണി ബ്ലെയറൊക്കെ കൂടി നടത്തുന്ന ഒരു ഏർപ്പാടായിട്ടാണുള്ളത്. പക്ഷേ അതിനൊരു പലസ്തീനുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര സമിതി ഭരിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെയുള്ള ട്രംപിൻ്റെ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഏറ്റവും അപകടകരമായുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ് എന്നുള്ളതാണ്. ഹമാസിനെ നിരായുധീകരിക്കുക. അത് സാധ്യമല്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറയുകയല്ല ചെയ്തത്. ഡിസാർമെൻ്റ് ആകാം എപ്പോൾ? ഈ പലസ്തീൻ നാഷൻഹുഡ് അത് സ്ഥാപിതമാകുമ്പോൾ, ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഞങ്ങൾ ഡിസാം ചെയ്യാം. അതെന്താണ്? ആ പൊസിഷൻ വളരെ ക്ലിയറാണ്. കാരണം ഒരു രാഷ്ട്രം ഉണ്ടായിരിക്കുക, പിന്നെ ഞങ്ങളുടേതായ ഒരു ബറ്റാലിയൻ ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ രാഷ്ട്രമില്ലാതിരിക്കെ ഞങ്ങളിത് ഡിസാം ചെയ്യുക എന്ന് പറയുന്നത് കീഴടങ്ങുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഡിസാംമെൻ്റ് എന്നുള്ളത് നടക്കില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഈ വാർത്ത വന്ന ഉടനെയുള്ള നമ്മുടെ മോർണിംഗ് ഷോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ഹമാസിൻ്റെ ഈ ഒരു പ്രകടനം അല്ലെങ്കിൽ അവരുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഉപയോഗിക്കാവുന്ന ഒരു മാർവലസ് ഡിപ്ലോമാറ്റിക് മെനോവർ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണത്. അതിഗംഭീരമായുള്ളൊരു ഡിപ്ലോമാറ്റിക് സ്മാർട്ട് മൂവാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ പുതുതായിട്ടൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതേസമയം ഇന്നത്തെ ഒരു ഇൻ്റർനാഷണൽ സെനാരിയോയിൽ എന്താണ് ഇപ്പോഴത്തെ വാർത്ത? ഏറ്റവും പ്രധാനം ഹമാസ് എന്താണ്, അവർ സമാധാനത്തിന് സന്നദ്ധമാവുന്നു, ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അവരുടെ കമ്മ്യൂണിറ്റിയെ തുടങ്ങുന്നു. ട്രംപ് വലിയ ഭീഷണികളൊക്കെ മുഴക്കിയിട്ടാണ് പ്രസ്ഥാനം നടന്നത്. പക്ഷേ ട്രംപിൻ്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു, ഖത്തറിൻ്റെ, തുർക്കിയുടെ, ഈജിപ്തിൻ്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു പോസിറ്റീവ് ടോണിലാണ് ഇവരുടെ ഈ ഇന്നത്തെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു പോരാളി സംഘം മാത്രമല്ല, ഒരു സീരിയസ് പൊളിറ്റിക്കൽ പ്ലെയർ കൂടെയാണ്. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം, അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ഡിപ്ലോമാറ്റിക് ഇതിലൂടെ പരിഹരിക്കാം എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നു. ട്രംപ് അത് ഷെയർ ചെയ്യുന്നു. ട്രംപ് അത് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഹമാസ്. അപ്പോൾ ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടുള്ള ഒരു സംഘടനയുടെ കമ്മ്യൂണിറ്റിയാണ് ആര് ഷെയർ ചെയ്യുന്നത്? അത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. ഉടൻ ബോംബിംഗ് നിർത്തണമെന്ന് ഇസ്രായേലിനോട് പറയുന്നു. എൻഡ് ഓഫ് ദിസ് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു മിഡിൽ ഈസ്റ്റ് പീസ് പ്രോസസ്സിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എന്ന് ട്രംപ് പറയുന്നു. UN സ്വാഗതം ചെയ്യുന്നു, ഫ്രാൻസ് സ്വാഗതം ചെയ്യുന്നു, അറബ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പന്ത് എവിടെ എത്തി? പന്ത് ഇപ്പോൾ ട്രംപിൻ്റെ കോർട്ടിലാണ്. പന്ത് വളരെ വളരെ സ്മാർട്ടായിട്ട് ട്രംപിൻ്റെ കോർട്ടിലേക്ക് തട്ടാൻ ഹമാസിന് സാധിച്ചു എന്നുള്ള ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ആയിട്ടാണ് ഈ ദിവസത്തെ ഞാൻ കാണുന്നത്. ഇനി ആരുടെ ഉത്തരവാദിത്തമാണ്? ട്രംപിൻ്റെ ഉത്തരവാദിത്തമാണ്. ട്രംപിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഇങ്ങനെ ഈ കടലാസ് പണികൾക്കൊക്കെ ആയിട്ട് കൂടെ നിൽക്കുന്ന ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും ഉത്തരവാദിത്തമാണ്. അതും ഹമാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭാവി ഗസ ഭരണം ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള അവരുടെ കമ്മ്യൂണിറ്റി പറയുന്നതാണ് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് നാഷണൽ കൺസെൻസസിൻ്റെ ഇതിലൂടെ ഉണ്ടായി വരുന്ന ഇൻഡിപെൻഡൻറ്റ് ബോഡി അവരത് നിർവഹിക്കട്ടെ. ഇവരുടെ സഹോദര രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും ഒക്കെ ഒരു മോണിറ്ററിങ് ഉണ്ടാവട്ടെ, ആ മറ്റുള്ളൊരു വാചകം അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ എഗൻ പന്ത് അങ്ങോട്ട് തട്ടുകയാണ്. കാരണം ഇനി ഗസ ഭരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഏറ്റവും ചലഞ്ചിങ് ജോബായിരിക്കും അത്. കാരണം തവിട് പൊടിയാക്കപ്പെട്ടൊരു പ്രദേശമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണ് അവർ നടത്തിയിരിക്കുന്നത്. ഇനി നോക്കൂ, ഇന്നിപ്പം ബോംബിംഗ് നിർത്തണമെന്ന് പറഞ്ഞതിന് ശേഷവും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 7 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആളുകളെ കൊല്ലുന്ന പരിപാടി നിർത്തുക എന്ന് പറയുന്നത് അത്ര ശീലിച്ചു പോയൊരു കാര്യമാണ്, അത്ര എളുപ്പമായിരിക്കില്ല.
പക്ഷേ ഇതിൻ്റെ ഒരു ക്രൊണോളജി നമ്മൾ നോക്കണം. ഈ ട്രംപിൻ്റെ പ്ലാൻ വരുന്നത്, ഈ 20 പോയിൻ്റ് പ്ലാൻ വരുന്നത് എപ്പോഴാണ്? UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ വരുന്നു. ഒരുപക്ഷെ UN ജനറൽ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം അദ്ദേഹം കാലിക്കസേരകളോട് സംസാരിക്കുന്നു. ജനറൽ അസംബ്ലിയുടെ ഹാള് കാലിയായിരിക്കുന്നു, അതിന് പുറത്തുള്ള തെരുവ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു പ്രതിഷേധക്കാരാൽ. ഇങ്ങനെയൊരു അനുഭവം UN ചരിത്രത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ഐസൊലേഷൻ എന്താണെന്ന് ആളുകൾ ലൈവായിട്ട് കാണുകയാണ്. അപ്പം അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഏതോ നിലക്കുള്ള ഈ പറയുന്ന പ്രതിച്ഛായ നഷ്ടമുണ്ടല്ലോ, അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഈ കടലാസ് വരുന്നത്. ഈ കടലാസ് വന്നതിന് ശേഷം പിറ്റേ ദിവസത്തെ ജെറുസലം പോസ്റ്റിലെ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ 20 പോയിൻ്റ് ട്രംപിൻ്റെ 20 പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഹമാസ് നിരാകരിക്കണമേ എന്നാണ് നെതന്യാഹു പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. അത് ഹമാസ് നിരാകരിക്കണം എന്നുള്ളതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഹമാസ് സാമാന്യമായിട്ട് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. ഹമാസ് അത് നിരാകരിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ പറയുന്ന ഒരു പബ്ലിക് ഇമേജ്? എന്തായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ എന്തായിരിക്കും അത് വരുന്നത്? ഇവന്മാർ കണ്ടില്ലേ, ഒരു സീസ് ഫയർ, ഒരു സീരിയസ് ആയ ഒരു സീസ് ഫയർ ഇത് വന്നിട്ട് അതുപോലും നിൽക്കാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഓൺസ്ലോട്ട് തുടരുവാനുള്ള ന്യായം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിന് നിന്ന് കൊടുക്കാതെ വളരെ സ്മാർട്ടായിട്ട് അങ്ങേയറ്റം മാർവലസ് ആയുള്ള ഒരു ഡിപ്ലോമാറ്റിക് മാനോവറിലൂടെ അതിനെ മറികടക്കാൻ ഹമാസിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഉത്തരവാദിത്വം ഇവരുടെയൊക്കെയാണ്, ട്രംപിൻ്റെ ഉത്തരവാദിത്വമാണ്. ട്രംപിൻ്റെ കൂടെ ഈ കടലാസ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത മറ്റു രാജ്യങ്ങളുടേതാണ്, മറ്റു ലോകരാഷ്ട്ര നേതാക്കന്മാരുടേതാണ്. അപ്പോൾ അവർ ഒരു സൊല്യൂഷനിലേക്ക്, ഇത് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ഇതൊന്നും വളരെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കുക വേണ്ട. ട്രംപ് 48 hours 70 hours എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്കലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ സമയമെടുക്കുന്നതാണ്. ആക്രമണം പൂർണ്ണമായി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അർത്ഥമില്ല. പക്ഷെ നന്ന ചുരുങ്ങിയത് നമുക്ക് 2 വർഷമായിട്ട് തുടരുന്ന സഫറിങ്സ്, മനുഷ്യൻ്റെ ഭാവനയ്ക്ക് സാധ്യമല്ലാത്ത സഫറിങ്സിലൂടെ കടന്നു പോവുകയാണ് ആ ജനത. അവർക്കൊരാശ്വാസം ലഭിക്കുന്നു, ഒരു ശ്വാസം വിടാനുള്ളൊരു അവസരം ലഭിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒന്ന് റീഓർഗനൈസ് ചെയ്യുവാനും കാര്യങ്ങളൊന്ന് കുറച്ചും കൂടെ, ഇനി യുദ്ധം തുടരുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസത്തെ ഇടവേളയാണെങ്കിലും അത് അവരെ സംബന്ധിച്ചൊരു ലൈഫ് ലൈനാണ്. ആ നിലക്ക് ആശ്വാസകരമായുള്ളൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നോക്കും, ഫലസ്തീൻ എന്നുള്ളത് ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ ശ്വാസോച്ഛ്വാസ വായുവിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 2023 സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു നടത്തിയ പ്രഭാഷണത്തെ വെച്ചിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പേരോ മാപ്പോ ഇല്ലാത്ത ഒരു മാപ്പുമായിട്ടാണ് അങ്ങനെ അവിടെ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകത്ത് മനുഷ്യരുടെ ശ്വാസോച്ഛ്വാസത്തിന് ഉച്ഛ്വാസവായുവിൻ്റെ ഭാഗമായിട്ട് ഫലസ്തീൻ മാറിക്കഴിഞ്ഞു. ആ നിലക്കുള്ളൊരു മാറ്റം, ഈ ലോകത്തെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഫലസ്തീൻ എന്നുള്ളത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ചരിത്രത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടൊരു സന്ദർഭമായി മാറിയെന്നുള്ളതാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, ഉപരോധത്തിൽ കഴിയുന്ന ഒരു സംഘടനയോട് അതിനെ തുടച്ചു നീക്കും, ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് വിട്ടവരാണ് IDF. 2 കൊല്ലമായിട്ടും അവരിപ്പോഴും അവിടെ തന്നെയുണ്ട്. അവർ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പ്ലെയറായിട്ട് നിൽക്കുന്നുണ്ട്. അവരിറക്കുന്ന ഒരു കമ്മ്യൂണിക്കെ, അവരുടെ ഒരു റെസ്പോൺസ്, അത് ലോകത്തെ നമ്പർ 1 ഹെഡ്ലൈനായി മാറുന്നുണ്ട് എന്നുള്ളത് വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. നിഷാദ്, ദൗസ് ഇപ്പോൾ ഹമാസിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് വിജയത്തെക്കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തെമ്പാടും ഇസ്രായേലിനെതിരെ വലിയ തരത്തിലുള്ളൊരു വികാരം അലയടിച്ചുകൊണ്ടിരിക്കുക, കേരളത്തിലടക്കം. ഈ സമയത്ത് ഇസ്രായേൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഹമാസിന് സ്വാഭാവികമായിട്ടൊരു അനുകൂലമായ രീതിയിലുള്ള വികാരം ലോകമെമ്പാടുമുണ്ട്. ഇസ്രായേൽ എങ്ങനെയായിരിക്കും എന്ന് പ്രതിരോധിക്കുക? ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നടപ്പിലാകാൻ പോവുകയാണെന്നൊരു പൊതുവിചാരം ഇതിനെക്കുറിച്ച് ആഴത്തിൽ നിരീക്ഷിക്കുന്ന ആളുകൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ 20 മാർഗ്ഗരേഖ ഉണ്ടാക്കുന്നത് തന്നെ ഇത് ഹമാസിന് എടുക്കാൻ പറ്റാത്തതായിരിക്കണം എന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് സംശയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നോർമലി ഒരു പ്രശ്നം പരിഹരിക്കാൻ ആലോചിക്കുമ്പോൾ 2 വശത്തെയും ആളുകളെ കേൾക്കുക. തന്നെ നോക്കൂ, ഈ പരിഹാര ഫോർമുല ഉണ്ടാക്കുന്നത് ട്രംപും നെതന്യാഹുവിടെ കൂടി ഇരുന്നിട്ടാണ്. ഒരു പരിഹാര ഫോർമുല ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ടാണല്ലോ.
ഹമാസിൻ്റെ ആളുകളെയോ ഹമാസുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ ഒന്നും കേൾക്കാതെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിക്കുന്നിടത്ത് തന്നെ നെതന്യാഹുവിൻ്റെ ടേക്ക് മുഴുവൻ എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് വീണ്ടും റീഡു ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്ലാനാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെയുള്ള അന്യായം. അപ്പോൾ ആ ഫോർമുല പരിശോധിക്കുന്ന ആർക്കും അറിയാം ഫലസ്തീൻ കോസിനോടുള്ള വഞ്ചനാപരമായ സമീപനമാണ്, ഫലസ്തീനിലെ ജനങ്ങളോടുള്ള ഒരു ചതിയാണിതെന്ന് അറിയാം. അപ്പോൾ അത് എടുക്കാൻ സാധാരണ നിലയ്ക്ക് ഹമാസിന് പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടുകൂടിയായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താണ്, നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ലോകത്തുണ്ടായിരിക്കുന്ന ഐസൊലേഷനെ മാനേജ് ചെയ്യാൻ ഞങ്ങളിത് തയ്യാറാണ്, ഞങ്ങളിത് പരിഹരിക്കാൻ തയ്യാറാണ്. പക്ഷേ നോക്കൂ, ഞങ്ങൾ എല്ലാ തവണയും ഞങ്ങൾ ഇതുപോലത്തെ പ്ലാൻ മുന്നോട്ട് വെക്കും, ഇവരത് തള്ളിക്കളയും. ഇവർക്കാണത് അംഗീകരിക്കാൻ പ്രയാസം, ഇവരാണ് ബന്ദികളെ വിട്ടുതരാത്തത്, ഇവരാണ് പിന്നെയും ഞങ്ങൾ ആംഡായിട്ട് പോരാടുമെന്ന് പ്രഖ്യാപിക്കുന്നത് എന്ന ഒരു 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 സിനാരിയോ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ കരാറാണെന്ന് സംശയിക്കണം. പക്ഷേ എന്ത് ചെയ്തു, അവരതിനെ അംഗീകരിക്കുകയാണ്. അംഗീകരിക്കുമ്പോൾ പൂർണ്ണ തോതിൽ ഇത് നടപ്പിലാക്കണമെന്ന് ട്രംപിന് പറ്റുമോ? എനിക്ക് സംശയമാണ്. നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ യുദ്ധം അവസാനിക്കണമെന്നും എല്ലാം സെറ്റിൽ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നില്ല നെതന്യാഹു എന്നതുകൊണ്ടും നെതന്യാഹുവിൻ്റെ വ്യക്തിപരവും ആഭ്യന്തര രാഷ്ട്രീയവുമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ യുദ്ധം ഇത്രയും വലുതായി കൊണ്ടുപോകുന്നത്. ഈ ആക്രമണം തുടർന്നേ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നെതന്യാഹുവിൻ്റെ ആവശ്യം ഇപ്പോഴും സ്റ്റിൽ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം അതിനെ എങ്ങനെ മാനേജ് ചെയ്യും? സോ എനിക്ക് തോന്നുന്നത് ഈ ആക്രമണത്തെ തുടരാൻ, ഇന്ന് നോക്കൂ, ഇന്ന് ട്രംപ് അത് സ്വീകരിക്കുകയും അയാൾ അതിൻ്റെ കോൺട്രാക്റ്റ് ഷെയർ ചെയ്യുക, അല്ലെ ഈ ഇവർ വെൽക്കം ചെയ്തതിൻ്റെ നോട്ടിനെ ഷെയർ ചെയ്യുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അതിന് ശേഷവും 10-25 ആൾക്കാരെ കൊന്നു കഴിഞ്ഞു. സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ യുദ്ധം നീട്ടാൻ, ആക്രമണം നീട്ടാൻ, ആളുകളെ കൊല്ലുന്ന നീട്ടാൻ, ഇൻവേഡ് ചെയ്യുന്ന നീട്ടാൻ, ഗസ പിടിച്ചെടുക്കുന്ന അതിൻ്റെ തുടർച്ച ഉറപ്പാക്കാനൊക്കെ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ന്യായം കണ്ടെത്താനുള്ള സാധ്യത വളരെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇന്നിപ്പോൾ ഹമാസ് ഇതിനെ അംഗീകരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ച് അവരവരുടെ ലക്ഷ്യം നേരത്തെ ദാവൂസായി പറഞ്ഞത് നേടിക്കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. കാരണം 23-ൽ UN അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ ഫലസ്തീൻ കോസ് ലോകത്തെവിടെയില്ല എന്നുള്ള പോട്ടെന്ന് വെക്കാം. ഫലസ്തീൻ കോസ് ഏറ്റെടുക്കാനായിട്ടുള്ള ബാധ്യതയുള്ള അറബ് സ്ട്രീറ്റിലെ ആൾക്കാർ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻസിലുള്ള ആൾക്കാർ, ഭരണാധികാരികൾ പോലും അതിനെ മറന്നു കളഞ്ഞ മട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ ഒക്ടോബർ 7-ന് ശേഷം 20 വലിയ രാജ്യങ്ങൾ, സാധാരണ നിലയ്ക്ക് അമേരിക്കയുടെ ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ, അതിനകത്ത് UK യും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഫലസ്തീൻ നേഷനെ ഞങ്ങൾ അംഗീകരിക്കുന്ന ഔദ്യോഗികമായ നിലപാട് സ്വീകരിക്കുകയാണ്. സാധാരണ നിലയ്ക്ക് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒന്ന്. അതിന് മുൻപേ അതിനെ സ്വീകരിച്ച, അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. 20-ലധികം രാജ്യങ്ങൾ വീണ്ടും വരുന്നു. പുതിയ രാജ്യങ്ങൾ ഞങ്ങൾ ഫലസ്തീൻ എന്ന ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കാൻ തക്കവണ്ണം അതത് രാജ്യങ്ങൾക്കകത്തുനിന്ന് വലിയതുള്ള ജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായി വരുന്നു. സോ ഞാൻ പറഞ്ഞത്, ഇതിലെ ഹമാസിൻ്റെ ഇപ്പോഴത്തെ ഈ 2 വർഷം നീണ്ട പോരാട്ടത്തിലെ അവരുടെ ലക്ഷ്യം അവർ ഭേദിച്ചു കഴിഞ്ഞുള്ളതാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? ലോകത്തിന് മുമ്പിൽ ഇതൊരു രാജ്യമാണെന്നും ഈ രാഷ്ട്രാശയം ലോകം അംഗീകരിക്കേണ്ടതുണ്ടെന്നുള്ള അവരുടെ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ബോംബ് വീണുകൊണ്ടിരിക്കുകയാണല്ലോ, ബോംബ് ചെറുക്കാൻ ഹമാസിന് കഴിയുന്നില്ലല്ലോ, ആളുടെ കൊലപാതകം തടയാൻ കഴിയുന്നില്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എന്താണ് ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വാതന്ത്ര്യം വേണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ആദ്യ കാര്യം. അല്ലാതെ പോരാടി ഇപ്പം തന്നെ പിടിച്ചു വാങ്ങിക്കുക എന്നുള്ളതല്ല. അംഗീകരിക്കപ്പെടുക എന്നുള്ള അവരുടെ രാഷ്ട്രീയ ആശയത്തെ അവർ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള മറ്റ് മാർഗ്ഗങ്ങളാണ് ഇനി ഒരു പക്ഷേ വർക്ക് ചെയ്യേണ്ടത്. അത് അത്ര എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി ഇതിൻ്റെ ഒരു യാതന നിറഞ്ഞ ദിവസങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അവൻ്റെ കൂടെ ഇപ്പോൾ നോക്കി, അറബ് സ്ട്രീറ്റിലെ ഭരണാധികാരികൾ പോലും ഇത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കാനാണ്. പക്ഷേ എങ്ങനെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അവസാനിക്കുന്നതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത്രയും ലോകം മുഴുവൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തെ സമ്മതിക്കുക. നിങ്ങളൊരു പരിഹാര ഫോർമുല ഉണ്ടാക്കുമ്പോഴും ഫൈനലി അത് ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കും എന്ന പോയിന്റ് വെക്കാതെ ഇതെവിടെയും ആത്യന്തികമായി അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ചിലപ്പോൾ ഒരു സീസ് ഫയർ വന്നേക്കാം, കുറച്ച് ലോങ് ടൈം സ്വഭാവമുള്ള സീസ് ഫയർ വരുമായിരിക്കും. അവസാനിക്കുമെന്ന് തോന്നാൻ ഒരു നിവൃത്തിയുമില്ല. ഈ ബന്ദികളെ മുഴുവൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആക്രമിക്കാവുന്നേ ഉള്ളൂ. കാരണം അവർ ഈ രാഷ്ട്രം എന്ന് പറയുന്ന സംഗതിയെ അംഗീകരിക്കുന്ന ഒരു പേപ്പറിൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് മധ്യസ്ഥത ഉണ്ടാക്കുന്ന മനുഷ്യർ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമരം ചെയ്തപ്പോൾ ഇന്ത്യൻ രാഷ്ട്രാശയം സാധ്യമാവുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മളിവിടെ സമരം ചെയ്തപ്പോൾ പരിഹാരം എന്താ? ബ്രിട്ടൻ വേറെ ഒരു രാജ്യങ്ങളുമായി ചേർന്നിട്ട് ഞങ്ങളിവിടുന്ന് പോകാം, പക്ഷേ ഇവിടെ എന്ത് നടക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ട് ബോംബ് ഇട്ടുകൊണ്ടിരിക്കും, ആളെ കൊന്നുകൊണ്ടിരിക്കും, ഇവിടെ ആളുകൾ പോകുന്നതിനെല്ലാം ഞങ്ങൾ ചെക്ക് പോസ്റ്റ് വെക്കും. ഇന്ത്യക്കാർക്ക് സ്വയം നിർണ്ണയാവകാശം ഒന്നുമില്ല എന്ന മട്ടിലല്ലോ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടും. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന ആശയം എങ്ങനെ അംഗീകരിക്കപ്പെട്ടുവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അൾജീരിയയിലും അംഗോളയിലും കൂടെ ഇരുന്ന പോരാട്ടങ്ങളിൽ അംഗീകരിക്കപ്പെട്ടുവോ, ബംഗ്ലാദേശിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടോ, ലോകത്തെല്ലായിടത്തും മനുഷ്യർ നടത്തിയിട്ടുള്ള പോരാടി നേടിയ വിജയങ്ങൾക്കൊടുവിൽ അവരുടെ രാഷ്ട്രം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടതുപോലെ നമുക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പോലും അവരുടെ രാഷ്ട്രാശയത്തിൻ്റെ ഭാഗമായിട്ട് ലോകം ഉണ്ടാക്കി കൊടുത്താണല്ലോ, ഉണ്ടാക്കാനുള്ള ബാധ്യതയുണ്ട്. അത് ഉണ്ടാക്കാത്തിടത്തോളം കാലം ഈ ഈ സംഗതി അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു കാര്യമാണ് സക്സസ്. ലോകത്തെല്ലാ മനുഷ്യരും ഇത് അംഗീകരിച്ചു, ഈ ഒരു സംഗതി വേണ്ടതാണെന്നുള്ള പൊളിറ്റിക്സിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതിനപ്പുറത്തേക്ക് ഇനി പോവുക സാധ്യമല്ല. ഇപ്പം
നെതന്യാഹു അദ്ദേഹം നേരിടുന്ന ഐസൊലേഷൻ നമ്മൾ കാണുന്നു. ഈ ഇസ്രായേൽ എത്രയോ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു അക്സെപ്റ്റൻസ് ആണ്, അവർക്കുണ്ടായിരുന്ന സ്വീകാര്യതയാണ്. അതിന് വലിയ എന്താ പറയുക തകർച്ച നേരിടുന്നു. സാമ്പത്തികമായിട്ട് രാജ്യത്ത് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. ഇസ്രായേലി കളിക്കാർ പോലും എവിടെയെങ്കിലും പോയാൽ നേരിടുന്ന പ്രശ്നം അറിയാം. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കളിക്കുന്നില്ല. ഇതിലും വലിയ ഭ്രഷ്ടം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ലോകത്ത് അനുഭവിക്കാൻ വേറെ ഇല്ല. അതിനേക്കാൾ വലിയ തകർച്ചയുണ്ടോ? നമ്മളെല്ലായിടത്തും സ്വീകാര്യരായിക്കൊണ്ടിരിക്കുക, നമ്മൾ പരമാവധി അസ്വീകാര്യരായി മാറുക. നമ്മൾ കളിക്കാൻ നിന്നാൽ ആൾക്കാർ പോവുക, നമ്മൾ പ്രസംഗിക്കാൻ നിന്നാൽ ആൾക്കാർ പോവുക, നമ്മളെ എയർപോർട്ടിൽ കണ്ടാൽ ആൾക്കാർ പോവുക, നമ്മുടെ പതാക കണ്ടാൽ ആൾക്കാർ അധിക്ഷേപിക്കുക എന്ന് വന്നാൽ എന്താണ് പിന്നെ ഒരു ലോകത്ത് അവർ നേടുന്ന നേട്ടം എന്താണ്? അപ്പോൾ ഒരു കാര്യമുണ്ട്, അത് ഇസ്രായേലിലെ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്താണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മൊത്തം പ്രശ്നം ഈ രാജ്യം ലോകത്ത് അപമാനിക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ പൊളിറ്റിക്കൽ വിക്ടറിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണെന്നുള്ള സംഗതി ഇസ്രായേലികൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വശം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ ഈ കേവല വൈകാരികതയെ, ആളുകൾ കൊല്ലപ്പെടുന്നതിലെ സങ്കടത്തെ മാറ്റിയെടുത്ത് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ വിക്ടറി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വേണ്ടത് ഈ നീക്കുപോക്കുകളാണ്. അതെവിടെ എത്തുമെന്ന് നോക്കി കാണണം. അതെ, എന്തായാലും ഇതിലെ പൊളിറ്റിക്കൽ വിക്ടറി ഹമാസിന് തന്നെയാണെന്ന് നമുക്ക് തീർച്ചയോടെ പറയാൻ കഴിയും. ഞായറാഴ്ചക്കുള്ളിൽ ഹമാസ് ഇതിൽ മറുപടി നൽകണം, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളിൽ മറുപടി നൽകണമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് മറുപടി കൊടുത്ത് ഹമാസ് പന്ത് തിരികെ അമേരിക്കയുടെ കോർട്ടിലേക്ക് തന്നെ തട്ടിയിട്ടിട്ടുണ്ട്. അതിൽ എന്താകും ഇനി ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം.